Hey friends, Assalamualaikum, Namaskaram, welcome to Shan's World. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളാം. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് മൈദയും അതുപോലെ റവയും വെച്ചിട്ടാണ് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഗ്ലാസ് അളവിലാണ് എല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഏലക്കായും അതുപോലെ ചെറിയ ജീരകവും പഞ്ചസാരയും കൂടെ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ശർക്കര പാനിയാണ്, പിന്നെ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മൾ ആ റവയും മൈദയും കൂടെ ഒരു വലിയ ഗ്ലാസ് ബൗളിലോട്ട് ഇട്ടിട്ട് അതിലേക്ക് ശർക്കര പാനിയില്ലേ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ശർക്കരപ്പാനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ട് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ബാറ്റർ ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ തിന്നാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി എടുത്തിട്ട് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഴിയുടെ മുകളിലൂടെ ഒക്കെ പോകുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോ തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ബാറ്റർ. ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് അത് കോരി എടുത്ത് ഒരു എന്തെങ്കിലും അരിപ്പയിലോട്ടോ എന്തിലെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഉണ്ണിയപ്പം എല്ലാം റെഡിയായി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അതുപോലെ നല്ല രസമാണ്. അപ്പോൾ റവയും മൈദയും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.